ഹായ് ഫ്രണ്ട്സ്, ഡിഗ്രി ആപ്ലിക്കേഷൻ വിളിച്ചിരിക്കുന്ന ഈ സമയത്ത് കുട്ടികൾ ചോദിക്കുന്നൊരു സംശയമാണ് കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് എങ്ങനെ എപ്പോഴും അപ്ലൈ ചെയ്യുക, അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയിലേക്കും. ഇത് രണ്ടിനെയും പ്രത്യേകത അതാത് കോളേജുകളിലേക്കാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത്. കമ്മ്യൂണിറ്റി കോട്ടയാവട്ടെ സ്പോർട്സ് കോട്ടയാവട്ടെ. അതിനു മുന്നേ കമ്മ്യൂണിറ്റി കോട്ട നമ്മൾ ഏത് കമ്മ്യൂണിറ്റി, ഇപ്പോൾ മുസ്ലിം മാനേജ്മെൻറ്റ് കോളേജാണെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർക്കാണ്. അതുപോലെ തന്നെ ഇപ്പോൾ SN കോളേജ് ആണെങ്കിൽ SN കമ്മ്യൂണിറ്റിയിൽപ്പെട്ട, അതായത് OBC തീയ കാറ്റഗറിയിൽപ്പെട്ട കുട്ടികൾക്കാണ് അവിടെ കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി പറ്റുക. അതുപോലെ സ്പോർട്സ് കോട്ടയിലാണെങ്കിൽ കഴിഞ്ഞ വർഷങ്ങൾ, അതായത് +1 +2 കാലഘട്ടങ്ങൾ നമ്മൾ സ്പോർട്സ് ലെവലിൽ നമ്മുടെ പെർഫോമൻസ് വെച്ചിട്ട് ആ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ട്. അത് സ്പോർട്സ് കൗൺസിൽ അംഗീകരിച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. അപ്പോൾ ഇതിനെ അപ്ലൈ ചെയ്യേണ്ടത്, കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഇന്ന് മിക്ക കോളേജുകളും ഓൺലൈനായിട്ട് തന്നെയാണ് ആപ്ലിക്കേഷൻ വിളിക്കുന്നത്. അതിന് നമ്മൾ ചെയ്യേണ്ടത് സിംഗിൾ വിൻഡോ, അതായത് ഏകജാലക സിസ്റ്റത്തിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം. അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തുകൊണ്ട് നമ്മൾ അതാത് കോളേജിൻ്റെ വെബ്സൈറ്റ് വഴി അവർ ഓൺലൈനായിട്ട് കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് ആപ്ലിക്കേഷൻ വിളിക്കും. അതുവഴി നമ്മൾ കമ്മ്യൂണിറ്റി കോട്ടയിലേക്കും എൻട്രി ചെയ്ത് കൊടുക്കണം. എന്നാൽ ചില യൂണിവേഴ്സിറ്റികൾ, ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെയാണ്. എന്നാൽ ചില യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കോളേജസ് ഉണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ പരിഗണിക്കുകയും കമ്മ്യൂണിറ്റി കോട്ട ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുകയും ചെയ്യും. എക്സാമ്പിൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ അങ്ങനെയാണ് കഴിഞ്ഞ വർഷങ്ങളിലും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കേസ് പറയുകയാണെങ്കിൽ, ഉദാഹരണം സർ സെയ്ദ് കോളേജ് മുസ്ലിം കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് ആപ്ലിക്കേഷൻ വിളിക്കുന്നത് കോളേജിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ്. ഓൺലൈനായിട്ട് ഗൂഗിൾ ലിങ്ക് വഴിയും ആപ്ലിക്കേഷൻ വിളിക്കുന്നവരുണ്ട്. അതിലൂടെ നമ്മൾ കൊടുത്താൽ മതി. എന്നാൽ ചില കോളേജുകൾ ഓഫ്ലൈനായിട്ട് ആ കോളേജിൽ പോയിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ ഫോം വാങ്ങി ഫില്ല് ചെയ്ത് കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് കൊടുക്കുന്ന രീതിയുണ്ട്. നിങ്ങൾ കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഏത് കോളേജിലെ കമ്മ്യൂണിറ്റി കോട്ടയിലേക്കാണോ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ കോളേജിനെ കോൺടാക്റ്റ് ചെയ്യുക. ആ കോളേജിൻ്റെ വെബ്സൈറ്റ് എപ്പോഴും സന്ദർശിക്കുക. ആ കോളേജിലെ ഹെൽപ്പ് ഡെസ്കുമായിട്ട് കോൺടാക്റ്റ് നിലനിർത്തുക. അപ്പോൾ നമുക്ക് കൃത്യമായ ഡേറ്റ് അറിയാം. എങ്ങനെയാണ് നമ്മൾ ഗൂഗിൾ ലിങ്ക് വഴിയാണോ കൊടുക്കേണ്ടത്, അല്ല വെബ്സൈറ്റിലുള്ള ലിങ്ക് വഴിയാണോ നമ്മൾ കൊടുക്കേണ്ടത്, അല്ല നേരിട്ട് പോയിട്ട് ആപ്ലിക്കേഷൻ വാങ്ങി ഫില്ല് ചെയ്യലാണോ, അല്ല യൂണിവേഴ്സിറ്റിയിലേക്ക് കൊടുത്തിരിക്കുന്നതിൽ നമ്മുടെ അവിടുത്തെ കമ്മ്യൂണിറ്റിയിലേക്ക് പരിഗണിക്കപ്പെടേണ്ട കുട്ടികൾക്ക് സെപ്പറേറ്റ് ലിസ്റ്റിലേക്ക് പരിഗണിക്കുക. ഇതൊക്കെ നിങ്ങൾ ഏത് കോളേജിലെ കമ്മ്യൂണിറ്റി കോട്ടയിൽ കൊടുക്കാനാണോ ആഗ്രഹിക്കുന്നത് ആ കോളേജുമായിട്ടുള്ള കോൺടാക്റ്റ് നിലനിർത്തണം. എന്തായാലും കണ്ണൂർ യൂണിവേഴ്സിറ്റി ചില കോളേജുകൾ, ഉദാഹരണം സർ സെയ്ദ് കോളേജിലൊക്കെ കമ്മ്യൂണിറ്റി കോട്ട ആപ്ലിക്കേഷൻ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. കോളേജിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ ലിങ്ക് വഴിയാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴേ നമ്മുടെ സർട്ടിഫിക്കറ്റ്, നമ്മൾ +1 +2 കാലഘട്ടങ്ങളിൽ നമ്മൾ സ്പോർട്സ് മേഖലയിൽ പെർഫോം ചെയ്തവരാവണം. സ്പോർട്സ് കൗൺസിൽ അംഗീകരിച്ച സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടാവണം. ആ സർട്ടിഫിക്കറ്റ് സഹിതം നമ്മൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ അല്ലെങ്കിൽ മറ്റേത് യൂണിവേഴ്സിറ്റിയാണോ അവിടെ നമ്മൾ സിംഗിൾ വിൻഡോ സിസ്റ്റത്തിൽ അപേക്ഷിച്ചതിൻ്റെ പ്രിൻ്റ് ഔട്ട് സഹിതം ഏത് കോളേജിലാണോ സ്പോർട്സ് കോട്ടയിൽ നമ്മളെ പരിഗണിക്കേണ്ടത് അവിടെ നേരിട്ട് പോയിട്ട് നിങ്ങൾ കൊടുക്കണം. കോളേജ് ഓഫീസിൽ നിങ്ങൾ പോയിട്ട് കൊടുക്കേണ്ടതാണ്. സ്പോർട്സ് കോട്ടയിൽ സെപ്പറേറ്റ് ലിസ്റ്റ് വരും, നമുക്ക് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് വരും. അതുപോലെ കമ്മ്യൂണിറ്റി കോട്ടയും സെപ്പറേറ്റ് ലിസ്റ്റ് വരും. ഈ സാധാരണ സിംഗിൾ വിൻഡോ സിസ്റ്റം അല്ലാതെ മറ്റ് കാറ്റഗറിയിലെ മറ്റ് കോട്ടയിലൂടെ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും അത് പ്രത്യേകം അന്വേഷിച്ച് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. സ്പോർട്സ് കോട്ടയിലേക്ക് നിങ്ങൾക്ക് കൊടുക്കാം, കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഡേറ്റ് വിട്ടു പോകരുത്, മറന്നു പോകരുത്, അറിയാതെ പോകരുത്. നിങ്ങളുടെ സുഹൃത്തുക്കളെയും ഇക്കാര്യം ഓർമ്മിപ്പിക്കണം.